ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കണ്ടിട്ട് ഇന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കണത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ കുറേ പേർക്കൊക്കെ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഉണ്ടാക്കാൻ പോണത് എന്ന്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് കോക്ടെയിൽ റെസിപ്പിയാണ് കേട്ടോ. കണ്ണൂർ കോക്ടെയിലിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു പ്രാവശ്യം കണ്ണൂർ പോയപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ നാവിൽ. അത് വീട്ടിൽ വന്നിട്ട് ട്രൈ ചെയ്തതുമായിരുന്നു, പക്ഷേ ഫ്ലോപ്പായി പോയി. അപ്പോൾ ഇന്ന് ഫ്ലോപ്പ് ആവാതെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ക്യാരറ്റ് ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൽ 2 ക്യാരറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പക്ഷേ പപ്പായ ഞാൻ പകുതി മാത്രമേ എടുക്കണുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പ് ആവാൻ കാരണം തന്നെ പപ്പായ കൂടുതൽ ചേർത്തതായിരുന്നു കേട്ടോ. കാരണം അതിന് ചെറിയൊരു രീതിക്കുള്ള ഒരു കയ്പ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഉണ്ടാക്കിയ ടൈമിൽ. അപ്പോൾ ഞാൻ പകുതി പപ്പായ മാത്രമായിട്ട് ചേർക്കണുള്ളൂ. പിന്നെ ഒരു പാക്കറ്റ് പാലല്ലേ എടുക്കണുള്ളൂ. അപ്പോൾ ഒരു പാക്കറ്റ് പാല് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടപ്പാലാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ പപ്പായ അവിടെ കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് ഇങ്ങനെ തിളച്ച് വന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വേറൊരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ക്യാരറ്റും പപ്പായയും തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സമയം കൊണ്ട് ചൂടാറണ സമയം കൊണ്ട് ഞാനിവിടെ അനാറൊക്കെ ഒന്ന് പിച്ചി പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് അപ്പത്തിനും ചൂടാറിയിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പപ്പായയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പപ്പായ തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പഞ്ചസാര 4 ടേബിൾ സ്പൂണാണ് ചേർക്കണത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഞങ്ങളിവിടെ 4 ഗ്ലാസ് ഡ്രിങ്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ കട്ടിപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐസ്ക്രീം, വാനില ഐസ്ക്രീം, ഞാനിവിടെ ബോൾ ഐസ്ക്രീമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബോൾ ഐസ്ക്രീം മൊത്തം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക, കുറച്ചൊരു തിക്ക് ഫോമിൽ. ഇനി ഒരു ഗ്ലാസ്സിൽ ആദ്യം തന്നെ അനാറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കോൺഫ്ലെക്സ് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫൈനലി നമുക്ക് അതിൻ്റെ മീതെ വീണ്ടും അനാറും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ഫൈനലി നമ്മുടെ കോൺഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അസാധ്യ രുചിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു, അന്ന് ഉണ്ടാക്കിയ പോലെ ഫ്ലോപ്പ് ആകുമോ എന്നുള്ള ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും വിജയിച്ചു. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പിന്നെ ഈ ഒരു പറഞ്ഞ മാതിരി പപ്പായയും അതേപോലെ തന്നെ ക്യാരറ്റൊക്കെ വളരെ കുറച്ച് തന്നെ മതി. അപ്പോൾ ഇനി ഞാൻ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും കഴിച്ചിട്ട് അമ്മയും ചോദിക്കുന്നുണ്ട് കേട്ടോ, കോളായോ എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും കഴിച്ചിട്ട് പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അമ്മയും പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തവണ. പിന്നെ കോക്ടെയിൽ കണ്ടപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യം കൂടി ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ അവനും അമ്മയുടെ നിന്ന് അങ്ങനെ വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.